3 വയസ്സുകാരിക്ക് അങ്കണവാടി ടീച്ചറുടെ ക്രൂരമർദ്ദനം. അതിക്രമം അങ്കണവാടിയിൽ വെച്ച് ഉടുപ്പിൽ മൂത്രമൊഴിച്ചുവെന്നാരോപിച്ച് അധ്യാപികയ്ക്കെതിരെ അന്വേഷണം. തിരുവനന്തപുരം കാറ്റാണിയിലുള്ള അങ്കണവാടിയിലെ ടീച്ചർക്കെതിരെയാണ് പരാതി. ഈ മാസം 21-നാണ് ഈ ക്രൂരമർദ്ദനം നടക്കുന്നത്. അങ്കണവാടിയിൽ നിന്നും വീട്ടിലെത്തിയ ആ പിഞ്ചോമന അമ്മയോട് പറയുകയാണ് ടീച്ചർ തന്നെ ക്രൂരമായി അടിച്ചുവെന്ന്. എന്നെ അടിച്ചു എന്ന് പറയുകയാണ് അമ്മയോട്. പക്ഷെ ആദ്യം ഈ അമ്മ ഗൗരവമായിട്ട് കാര്യങ്ങൾ എടുത്തില്ല. ആ കുട്ടി വെറുതെ വഴക്ക് പറഞ്ഞതിനൊക്കെ അടിച്ചു എന്ന് പറയുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു കരുതിയത്. പക്ഷേ പിന്നീട് ആ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് കാലിൽ അടികൊണ്ട് പാടുള്ളതും ആ കാലിൽ നീര് പറ്റിയതും ആ കുട്ടിയുടെ അമ്മ കാണുന്നത്. കുട്ടിയുടെ കാലിൽ ഈ ചൂരൽ കൊണ്ട് അടിച്ചതിൻ്റെ പാട് വളരെ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു എന്ന്. സാർ, അത് 21-ാം തീയതി മോളെ ഞങ്ങൾ അംഗൻവാടിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ചേർത്തപ്പോഴേ പറഞ്ഞ കാര്യമാണ് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറയുന്നതിന് മുന്നേ പുള്ളിക്കാരിക്ക് യൂറിൻ വരും എന്നുള്ളത്. അപ്പോൾ അന്ന് മോള് ഇട്ടിരുന്ന പാൻറ്റിൽ കൂടി യൂറിൻ പാസ് ചെയ്തു. അത് പറഞ്ഞിട്ട് ടീച്ചർ വലിയ ചൂരലെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തുടയുടെ മുകളിൽ, അത് മുട്ടിൻ്റെ മുകളിൽ വലിയ ഫോഴ്സിന് അടിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ കുഞ്ഞ് അംഗൻവാടി വിട്ടിട്ട് വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ സുഖമില്ലാതെ കിടന്നതുകൊണ്ട് ഞാൻ അപ്പം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആ മോള് തന്നെ വന്ന് പറഞ്ഞു, അമ്മ ടീച്ചർ എന്നെ അടിച്ചു, ഇച്ചി ഒഴിച്ചതിന് ടീച്ചർ എന്നെ ചൂരലെടുത്ത് അടിച്ചു എന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം എല്ലാ ദിവസവും അംഗൻവാടി പോയിട്ട് വന്നിട്ട് അമ്മ ടീച്ചർ അടിച്ചു എന്ന് പറയും. അപ്പം ആദ്യമൊക്കെ നിസ്സാരമായിട്ട് ചിലപ്പോൾ വഴക്ക് പറഞ്ഞതിനായിരിക്കണം അടിച്ചതെന്ന് പറയുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴത്തേനും കാലിന് മുട്ടിൻ്റെ മുകളിൽ നല്ല തരത്തിൽ നീലിപ്പ്, സാറിന് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല നീലിപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചു ടീച്ചറെ, പക്ഷെ ഫോൺ എടുത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് അമ്മ ആശാ വർക്കറാണ്. അപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ കുഞ്ഞിൻ്റെ കാല് നോക്ക്, അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് മോൾ ആഹാരം കഴിക്കാത്തതിന് ഒരടി കൊടുത്തു എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ അത് പോരാഞ്ഞിട്ട് കുഞ്ഞിനെ അടിച്ചതിനൊരു സോപ്പിടലായിട്ട് 3 പാക്കറ്റ് അമൃതം പൊടി ഞാൻ വിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചു. ആ ശരിയെന്ന് വെച്ചാൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അപ്പം തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എൻ്റെ അടുത്ത് പറഞ്ഞ കുഞ്ഞിന് ചെറിയൊരു അടി കൊടുത്തെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇതിപ്പോൾ എന്തോ കാണിച്ചു വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ അടിച്ചിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അടി കൊടുത്തത് കയ്യിലാണെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി ഡിനേ ചെയ്യുന്നതേ ഉള്ളൂ, അങ്ങനെ ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല എന്ന്. അവസാനം ചോദിച്ചു വന്നപ്പോൾ അമ്മേനെ വളരെ മോശമായിട്ട് തിരിച്ച് മറുപടി പറയാ ചെയ്തത്. ഞങ്ങൾ വേറൊന്നും സംസാരിച്ചിട്ടില്ല. പുള്ളിക്കാരി തിരിച്ച് മോശമായിട്ട് മറുപടി പറഞ്ഞു. അല്ല, വ്യക്തിക്കൊണ്ടോ വലിച്ചൂറ് ആകാരം കഴിക്കാത്തക്കണ്ട് കഴിച്ച് അല്ല കാലിൽ അടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അതുപോലെ ഈ രക്ഷകർത്താക്കളുടെ പരാതിയിൽ നിന്നാണെങ്കിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതി നൽകിയത് അറിഞ്ഞ ടീച്ചർ മറ്റൊരു കളിക്ക് ശ്രമിച്ചു, ഒരു കള്ളക്കഥ മെനയാൻ. അതായത് ഈ കുട്ടിയുടെ കൂടെയുള്ള മറ്റു കുട്ടികളുടെ അമ്മമാരെ വിളിച്ച് ഒരു ഇല്ലാത്ത കഥയുണ്ടാക്കി. പക്ഷെ അതും പൊളിഞ്ഞു. എന്നാലും 3 വയസ്സുകാരി കൂടെയുള്ള കുട്ടികളെ തുടരെ അടിച്ചപ്പോൾ ആ കുട്ടികളാണ് ആ കുഞ്ഞിനെ മർദ്ദിച്ചതെന്നായിരുന്നു ആ ടീച്ചർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതറിഞ്ഞിട്ട് ഈ അംഗൻവാടി ടീച്ചർ എൻ്റെ മോളുടെ കൂടെ അന്ന് 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. മൊത്തം 5 കുട്ടികൾ. അന്ന് 3 പിള്ളേരെ പോയിട്ടുള്ളൂ. ഒന്ന് എൻ്റെ കുഞ്ഞും ബാക്കി 2 കുട്ടികളും. അതിലൊരു കുട്ടീൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു 2 മണിക്കൂർ എൻ്റെ മോള 2 കുട്ടികളെ, എൻ്റെ മോൾക്ക് 3 വയസ്സ്, കൂടെയുള്ള 2 കുട്ടികൾക്ക് 4 വയസ്സ്, ഈ കുട്ടികളെ നിർത്താതെ അടിച്ചത് സഖി കെട്ടിട്ട്, നിർത്താതെ ഈ 2 കുട്ടികളെ 2 മണിക്കൂർ അടിച്ചത് സഖി കെട്ടിട്ട്, അതിലൊരു കുട്ടി, അതായത് ഈ ഏത് കുട്ടിയുടെ അമ്മേനെയാണോ വിളിച്ചത് ആ കുട്ടി ചൂരലെടുത്ത് അടിച്ചതാണെന്ന് പറയണം, നീ എന്നെ അങ്ങനെ പറഞ്ഞ് സഹായിക്കണം ആ കുട്ടി. ഈ ടീച്ചർ ആ കുട്ടിയുടെ പാരന്റിനെ വിളിച്ച് പറഞ്ഞതാ. അങ്ങനെ പാരന്റ് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് വോയിസ് അയച്ചു തന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ കുട്ടിയുടെ മുകളിൽ
കുറ്റം ചുമത്താനാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെയും ഈ അധ്യാപികക്കെതിരെ പരാതികൾ, ആരോപണങ്ങൾ ഒപ്പം ഈ അംഗനവാടിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ അമ്മയും ആ കുഞ്ഞിന്റെ അമ്മൂമ്മയും പറയുന്നത്. അതുകൂടി പരാതി ഉണ്ടായിരുന്നു. മുന്നേ മലമുകൾ അംഗൻവാടിയിൽ എങ്ങാണ്ടോ ആയിരുന്നു. അവിടെ നിന്നും ഇതുപോലെ ഏതോ കുട്ടീനെ ഉപദ്രവിച്ചു. അത് കാരണം ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി വന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതേ സെയിം അംഗൻവാടിയിൽ വേറെ ഒരു കുഞ്ഞിനെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ നാട്ടുകാരും എൻ്റെ അമ്മ ഉൾപ്പെടെ ആശാ വർക്കറും പാർട്ടിക്കാരെല്ലാം കൂടി ചേർന്ന് ഇടപെട്ട് അത് വലിയ ഇഷ്യൂ ആക്കാണ്ട് പോയി. ഇവിടെ കുഞ്ഞുങ്ങൾ ആരും ടോയ്ലറ്റിൽ പോകത്തില്ല, മോശം പാസ് ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പേടിച്ചിട്ട് കുട്ടികൾ പറയുന്നത്, കുട്ടികളെ 3:30 അംഗൻവാടി വിടും, 3:30 ആകുമ്പോൾ പാരന്റ്സ് വരുമ്പോൾ കുട്ടികൾ ഓടും വീട്ടിലേക്ക്. എന്ന് നീ എന്താ അംഗൻവാടി പോയി മോശം പാസ് ചെയ്യുന്ന പാരന്റ്സ് ചോദിച്ചാൽ പറയുന്നത് ടീച്ചർ അടിക്കും, ടീച്ചർ വഴക്ക് പറയും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ കുട്ടികൾ മോശം പാസ് ചെയ്താൽ കുട്ടികളെ കൊണ്ട് തന്നെ വാഷ് ചെയ്യിപ്പിക്കുക. ഇപ്പം അംഗൻവാടിയിൽ ഒരാഴ്ചയായിട്ട് എന്തോ ആയയില്ല, പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡാണ് ടീച്ചർ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. കുട്ടികൾക്ക് ഈ അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്നത് പേടിയാണിപ്പോൾ. ഇതുപോലെ സമാനമായ ഒരു അനുഭവം ഇവിടെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ആ കുട്ടിയെ ഇതുപോലെ അടിച്ചു. അപ്പോൾ പിന്നെ അവർ ഇതുപോലെ പരാതിയായിട്ട് പോകാൻ പോയപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു അബദ്ധം പറ്റിപ്പോയില്ലേ നമുക്കൊന്ന്, അങ്ങനെ അവരങ്ങനെ പറഞ്ഞ അതിൻ്റെ ഇളയ കുഞ്ഞിനെ ഇപ്പം കിലോമീറ്റർ ദൂരമുള്ള അംഗൻവാടിയിലാണ് വിടുന്നത്. ആ കുഞ്ഞിൻ്റെ ഇളയാളിനെ ഈ അംഗൻവാടി വിടാതെ കിലോമീറ്റർ ദൂരമുള്ള അംഗൻവാടിയിൽ വിടുന്നുണ്ട്. ഇതുപോലെ ഞാൻ അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഞാനിപ്പോൾ അത് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് സംഭവിക്കരുത്. നമ്മൾ ടീച്ചറിനെയൊക്കെ വിശ്വസിച്ചിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈ രീതിയിലാക്കിയിട്ട് പിന്നെ കുഞ്ഞിൻ്റെ പേരിലായി ഇപ്പം കുറ്റമൊത്ത്. ഈ 3 വയസ്സായ കുട്ടി ആരെ എടുത്തിട്ട് എങ്ങനെ അടിക്കാനാണ്? ആ അംഗൻവാടി വരുന്ന മക്കളെ എനിക്ക് നല്ല അറിയാവുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ ആരെയും കൊണ്ടടിക്കുന്ന കുട്ടികൾ, അതായത് ഉപദ്രവിക്കുന്ന കുട്ടികളല്ല. എൻ്റെ മോള് ഉപദ്രവിക്കില്ല. ഈ അംഗനവാടിയിലെ കുട്ടികൾക്ക് ആ അധ്യാപികയെ പേടിയാണ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഏറ്റവും ആദ്യ പഠന കളരിയാണ്, അല്ലെങ്കിൽ ആദ്യ വേദിയാണ് അംഗനവാടികൾ എന്ന് പറയുന്നത്. അംഗനവാടികളിൽ അവർ പോകുന്നത് അധ്യാപികയെ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ അവർ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലേക്ക്, സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ മാനസിക നില എന്തായിരിക്കും? എന്താണെങ്കിലും വനിതാ ശിശുക്ഷേമ വകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ക്രൂരമായി വടിയോങ്ങാൻ കഴിയുക എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.